നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, രാജീവ് മേനോന്റെ വിവാഹാലോചനയെ കുറിച്ച് കേട്ടപ്പോ തമാശയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അത് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടനോട് ക്ഷമിക്കണം. ഒരേട്ടന്റെ ചുമതലാബോധത്തോടെ പറയാ, രാജീവ് രണ്ടാം കെട്ടുകാരനാണെങ്കിലും അധികം പ്രായമൊന്നായിട്ടില്ല. ആളൊരു ജെന്റിൽമാനാ. പോരാത്തതിന് കോടീശ്വരനും. ഈ ബന്ധത്തിന് നീ സമ്മതിക്കണം. നോക്ക്, നിനക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുക. മുഖത്ത് ഈ ഐശ്വര്യം നഷ്ടപ്പെട്ടാ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു കാലമുണ്ട്. എത്ര കാലം അവര് നിന്നെ സംരക്ഷിക്കും? പിന്നെ ഞങ്ങൾ സഹോദരങ്ങളുടെ കാര്യം, ഞങ്ങൾ ഒരിക്കലും നിന്നെ കൈവിടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വേണം നിന്റെ കാര്യം കൂടി നോക്കാൻ. അതിന് പരിമിതികളുണ്ട്. കൊള്ളാം. നിന്റെ ഉപദേശം കേട്ടാ തോന്നും ഞങ്ങൾ ഉടനെ മുകളിലോട്ട് കെട്ടിയെടുക്കുന്നു. ഇല്ലടാ, വന്ദനമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായ ശേഷമേ ഞാനിനി ഏത് കാലം വന്ന് വിളിച്ചാലും മുകളിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് വന്ദനയുടെ സംരക്ഷണകാര്യെ ആലോചിച്ച് ആരും തലമുണ്ടാക്കണ്ട. അമ്മേ, ഞാൻ അത്രയ്ക്കൊന്ന് ചിന്തിച്ച് പറഞ്ഞതല്ല. വന്ദന ബുദ്ധിപൂർവമായൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറഞ്ഞതാ. അതെ, ഈ കാര്യത്തിൽ വന്ദന മാത്രമാണ് തീരുമാനം എടുക്കേണ്ടത്. അവളുടെ തീരുമാനം എന്തായാലും ഈ അമ്മ അവളോടൊപ്പം നിൽക്കും. ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ച അമ്മയ്ക്ക് സമാധാനം കിട്ടും. എന്റെ ചോദ്യത്തിന് അമ്മ മറുപടി പറയണം. പറഞ്ഞേ തീരൂ. മോളെ, ഈ വിവാഹം നടന്ന അത് അമ്മയ്ക്കൊരാശ്വാസാവും. നെഞ്ചിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം. അമ്മേ, രാജീവ് സാറിന്റെ സമ്മതം ആദ്യം അറിയണം. അദ്ദേഹത്തിന് എതിർപ്പില്ലെങ്കിൽ എനിക്ക് സമ്മതം. ഈ സന്തോഷ വാർത്ത ഞാൻ ഇപ്പൊ തന്നെ ശ്രീവിദ്യ മാഡത്തിന് വിളിച്ചറിയിച്ചേക്കാം. അമ്മേ, കോള്. പുറത്ത് വയ്ക്കോ. ഹലോ. ഹലോ മാഡം, ഞാൻ വന്ദനയുടെ അമ്മ ചന്ദ്രികയാ. പറഞ്ഞോളൂ. രാജീവ് സാറുമായിട്ടുള്ള വിവാഹത്തിന് വന്ദന സമ്മതിച്ചിരിക്കുന്നു. ഈശ്വരാ, ഒരു മിനിറ്റ്. ചന്ദ്രിക പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല. ഒന്നും കൂടി പറയോ? രാജീവ് സാറുമായിട്ടുള്ള വിവാഹത്തിന് വന്ദനയ്ക്ക് സമ്മതാണെന്ന്. രാജീവിനും ഈ ബന്ധത്തിന് സമ്മതമാണ്. അനുകൂലമായ ഒരു മറുപടി എത്രയും പെട്ടെന്ന് അറിയിച്ചതിന് നന്ദിയുണ്ട് ചന്ദ്രിക.
അപ്പൊ ഇനി കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കണ്ട. കല്യാണ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ? ശരി മാഡം, ഞാൻ മാധവേട്ടൻ വന്നിട്ട് അങ്ങോട്ട് വിളിക്കാം. ശരി. മകളുടെ വിവാഹക്കാര്യം എന്തായി? വിവാഹം ഉറപ്പിച്ചു തിരുമേനി. ഓ, വളരെ നന്നായി. ഒടുവിൽ ദേവി പ്രസാദിച്ചുവല്ലോ. ജാതകദോഷമൊന്നും ഏൽക്കാതെ അവളുടെ വിവാഹബന്ധം വളരെ കാലം സന്തോഷത്തോടെ നീണ്ടു നിൽക്കണമെന്ന എന്റെ പ്രാർത്ഥന. അതിനായിട്ട് ഈ പട്ടുസാരി ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജിച്ച് പ്രസാദമായി കിട്ടിയാ കൊള്ളാം. അതിനെന്താ, ആവാലോ. സാരി പൂജിച്ച് കൊണ്ടുവരുന്നതുവരെ ദേവിയെ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊള്ളുക. ചന്ദ്രികെ, കല്യാണം നടക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്? എത്ര പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം? കടുത്ത ജാതകദോഷമാണെങ്കില് ദൈവങ്ങളും കണ്ണടക്കേയുള്ളൂ. ആ ശ്രീമംഗലത്തെ രാധികയുടെ കാര്യം കണ്ടില്ലേ? എന്തിന്റെ കുറവാ പെണ്ണിന്? പോരാത്തതിന് സർക്കാർ ഉദ്യോഗവും. വയസ്സ് 51 എന്നിട്ട് കല്യാണം നടന്നോ? എല്ലാം ഒരു യോഗമാ, പ്രത്യേകിച്ച് കല്യാണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.